വേറെ വീടിന കേസ് കിടക്കുന്ന അവരെ പോയി എടുക്കട്ടെ, അവരാണ് എടുക്കാത്തെ. ആ ഒരു ബൈക്കും മോങ്ങായൊക്കെ മോട്ടിക്കുന്ന തേങ്ങ മോട്ടിക്കുന്നതൊക്കെ നടക്കുന്ന കാര്യമുണ്ടല്ലേ. ന്യായമായ കാര്യം. പോലീസുകാർക്ക് വേറെ ഒരു പണിയുമില്ലേ? ഇതുപോലെ മാന്യന്മാരായ മോഷ്ടാക്കളെ പിടിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? പീഡന കേസിലെ പ്രതിയെ പിടിച്ചാൽ മതി എന്നാണ് നമ്മുടെ മാന്യനായ അഭിലാഷ് തങ്കപ്പൻ പറയുന്നത്. കോട്ടയം ഭരണങ്ങാനം സ്വദേശി, തികഞ്ഞ ഈശ്വരവിശ്വാസി. ഏത് മോഷണം കഴിഞ്ഞാലും അടുത്തുള്ള അമ്പലത്തിലെ നേർച്ച വഞ്ചിയിൽ പണമിടും, ദൈവം രക്ഷിക്കും എന്ന് വിശ്വസിച്ച്. പക്ഷെ ദൈവം അഭിലാഷിന്റെ പ്രാർത്ഥന ഇതുവരെയും കേട്ടിട്ടില്ല. 40ഓളം ബൈക്ക് മോഷണ കേസിലെ പ്രതിയാണ്. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ മകളെ ട്രെയിൻ കയറ്റി വിടാൻ വന്ന റെയിൽവേ കോളനി സ്വദേശിയായ അച്ഛന്റെ സ്കൂട്ടർ എടുത്ത് അഭിലാഷ് തങ്കപ്പൻ മുങ്ങി. ചോദിക്കാനും പറയാനും ഒന്നും നിന്നില്ല. കാരണം സ്കൂട്ടറിൽ താക്കോൽ ഉണ്ടായിരുന്നു. തിരികെ എത്തിയ റെയിൽവേ കോളനി സ്വദേശി സ്കൂട്ടർ വെച്ച സ്ഥലത്ത് നോക്കിയപ്പോൾ കാണാനില്ല. ഉടൻ പാലക്കാട് നോർത്ത് പോലീസിൽ പരാതി നൽകി. അഭിലാഷ് തങ്കപ്പനെ പോലെ മാന്യനായ ഒരു മോഷ്ടാവ് വേറെയില്ല. കുട്ടികളും കുടുംബങ്ങളും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നതെന്ന് എത്ര കുടുംബമുണ്ടെന്ന് തങ്കപ്പന് മാത്രമേ അറിയൂ. രാത്രിയിൽ പുറപ്പെടുന്ന ട്രെയിനിൽ കയറും. ആളുകൾ ഉറക്കമാകുമ്പോൾ മൊബൈൽ ഫോൺ മോഷ്ടിക്കും. നേരം പുലരുമ്പോൾ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും. ആരുടെയെങ്കിലും സ്കൂട്ടർ എടുത്ത് മുങ്ങും. ഇതാണ് പതിവ്. ഇത് 2ാം തവണയാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്കൂട്ടർ മോഷ്ടിക്കുന്നത്. 2 തവണയും നോർത്ത് പോലീസ് പൊക്കി. ഇനി 3ാം തവണ വരുമോ എന്ന് കണ്ടറിയണം.